ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പോളിനേഷൻ ബയോളജി. പൊളിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊളിനേഷൻ ബയോളജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. Anemophily involves smooth sticky pollen grains. Hydrophily occurs in Vallisneria and Zostria. Entomophily ensure cross-pollination of insects. Cleistogamy ensure cross-pollination. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകളിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, അനിമോഫിലി ഇൻവോൾവ് സ്മൂത്ത് സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് എന്നാണ് പറഞ്ഞത്. സോ അനിമോഫിലി എന്ന് പറയുന്നത് പൊളിനേഷൻ ബൈ വിൻഡ് ആണ് അല്ലെ. വിൻഡ് ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ വിൻഡ് വഴിയുള്ള പോളിനേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനിമോഫിലി എന്ന് വിളിക്കുന്നത്. Wind pollinated plants produce pollen grains that is sticky, non-sticky and dry, so it can be easily travel through air. അപ്പൊ അതുകൊണ്ട് തന്നെ വിൻഡ് വഴി പോളിനേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? സ്റ്റിക്കി ആവാൻ പാടില്ല അല്ലെ, നോൺ സ്റ്റിക്കി ആയിരിക്കണം, എന്നാലേ പെട്ടെന്നത് മൂവ് ചെയ്യൂ. സോ ഇവിടെ സ്റ്റിക്കി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? റോങ് ആണ്. അനിമോഫിലിയില് നോൺ സ്റ്റിക്കി ആയിരിക്കണം പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. സോ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് എൻറ്റമോഫിലിയുടെ ഫീച്ചറാണ്. അതായത് ഇൻസെക്ട്സ് അതിലേക്ക് വന്നിരിക്കുമ്പോൾ അതിലേക്ക് സ്റ്റിക്ക് ആവണം. നെക്സ്റ്റ്, ഹൈഡ്രോഫിലി ഒക്കേഴ്സ് വാലിസ്നേറിയ അല്ലെ. ഹൈഡ്രോഫിലി നടക്കുന്നത് അല്ലെങ്കിൽ വാട്ടർ പോളിനേഷൻ നടക്കുന്നത് വാട്ടർ പ്ലാന്റ്സുകളായിട്ടുള്ള ഇവ രണ്ടിലുമാണ്. അത് കറക്റ്റ് ആണ്. എൻറ്റമോഫിലി എൻഷുർ ക്രോസ് പോളിനേഷൻ അല്ലെ. എൻറ്റമോഫിലി എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോസ് പോളിനേഷൻ ആണ് അല്ലെ. ഇൻസെക്ട് വഴിയുള്ള ക്രോസ് പോളിനേഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എൻറ്റമോഫിലി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലീസ്റ്റോഗാമി അല്ലെ. ക്ലീസ്റ്റോഗാമി എൻഷുർ ക്രോസ് പോളിനേഷൻ. ക്ലീസ്റ്റോഗാമി എന്താണ്? ക്രോസ് പോളിനേഷൻ എൻഷുർ ചെയ്യുന്നു എന്ന്. ക്ലിസ്റ്റോഗാമി എന്ന് പറഞ്ഞ എന്താണ്? ഫ്ലവർ നെവർ ഓപ്പൺ ആണ് അല്ലെ. ഒക്കേഴ്സ് ഇൻ ഫ്ലവർ ദാറ്റ് നെവർ ഓപ്പൺ ബിക്കോസ് ദ ഫ്ലവർ റിമെയിൻ ക്ലോസ്ഡ്. ഫ്ലവർ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും, ഓപ്പൺ ചെയ്യേയില്ല. എന്തുകൊണ്ടാ? ക്രോസ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്ത് സെൽഫ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. സോ നോക്കാം, അനിമോഫിലി ഇൻവോൾവ് സ്മൂത്ത് സ്റ്റിക്കി. സ്റ്റിക്കി ആണോ വേണ്ടത്? അല്ല, നോൺ സ്റ്റിക്കി ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് കാറ്റിൽ എന്ത് ചെയ്യുകയുള്ളൂ? മൂവ് ചെയ്യുവാനായിട്ട് അതിന് സാധിക്കുകയുള്ളൂ. ഹൈഡ്രോഫിലി ഒക്കേഴ്സ് ഇൻ വാലിസ്നേറിയ. ഹൈഡ്രോഫിലി കറക്റ്റ് ആണല്ലേ. വാട്ടർ പോളിനേഷൻ ആണ്. അത് വാലിസ്നേറിയയിലും സോസ്ട്രയിലുമാണ് ഉള്ളത്. നെക്സ്റ്റ് എൻറ്റമോഫിലി ആണ്. എന്താണ് എൻറ്റമോഫിലി എന്ന് പറയുന്നത് അല്ലെ. എൻഡമോഫിലി എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് പോളിനേഷൻ ബൈ ഇൻസെക്ട് ആണ്. ഇൻസെക്ട് വഴിയുള്ള ക്രോസ് പോളിനേഷൻ ആണ്. ഇതും ട്രൂ. ക്ലീസ്റ്റോഗാമിക് ക്രോസ് പോളിനേഷനെ അല്ല, ഫ്ലവർ നെവർ ഓപ്പൺ ഫ്ലവർ ആണ് അല്ലെ. നെവർ ഓപ്പൺ ഫ്ലവർ ആണ്. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും? സെൽഫ് പോളിനേഷനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ദിസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ 2 and 3. സോ 78ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രോട്ടോൺ ഗ്രേഡിയന്റ് അക്രോസ് തൈലക്കോയിഡ് മെംബ്രെയിൻ പവർ ATP synthesis in chloroplast. Reason, the lumen became acidic during light reaction due to accumulation of water splitting and PQ cycle. അപ്പോൾ ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് തരാം. നമുക്ക് അസേർഷൻ ഒന്ന് എന്താന്ന് നോക്കാം. അതായത് അസേർഷൻ എന്ന് പറഞ്ഞ് എന്താ പറഞ്ഞത്? ടു മേക്ക് എനർജി അഥവാ ATP അല്ലെങ്കിൽ എനർജി അവിടെ എന്ത് ചെയ്യണം? സിന്തസൈസ് ചെയ്യണം. പ്ലാന്റ്സ് അതിന് വേണ്ടി എന്ത് വേണം? പ്ലാന്റ്സിന് ഒരു പുഷ് വേണം. ATP സിന്തസൈസ് ചെയ്യണമെങ്കിൽ പ്ലാന്റ്സിന് എന്ത് ആവശ്യമാണ്? ഒരു പുഷ് ആവശ്യമാണ്. ദിസ് പുഷ് കംസ് ഫ്രം എ പ്രോട്ടോൺ ഗ്രേഡിയന്റ്. ഈ പുഷ് എവിടുന്നാ വരുന്നത്? നമ്മൾ കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് പഠിക്കും അല്ലെ. അപ്പൊ ATP സിന്തസൈസ് ചെയ്യണമെങ്കിൽ ഒരു പുഷ് വേണം അല്ലെ. തൈലക്കോയിഡിലെ ലൂമനിലും അതിന്റെ ആ ഒരു മെംബ്രെയിനിന് ഇടയിലുമുള്ള പ്രോട്ടോൺ ഗ്രേഡിയന്റ് കാരണമാണ് എന്ത് ഉണ്ടാവുന്നത്? ഈ ഒരു ATP സിന്തസിസ് ഉണ്ടാവുന്നത്. അപ്പം this explain how gradient is built. During the light reaction സമയത്ത് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പോൾ പ്രോട്ടോൺസിനെ എന്ത് ചെയ്യും? ഇന്നർ സ്പേസിലേക്ക് പമ്പ് ചെയ്യുകയായിരിക്കും ചെയ്തത്. അപ്പൊ ഇന്നർ സ്പേസിൽ പ്രോട്ടോൺസിന് കൂടുതലും പുറത്ത് കുറവും വരും. അപ്പൊ അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണ് ATP സിന്തസിസിന് കാരണമാകുന്നത്. സോ രണ്ടും എയും ബിയും കറക്റ്റ് ആണ്. എയുടെ കറക്റ്റ് റീസൺ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. 79 നോക്കാം. The primary regulator protein that initiate endosperm formation in Bacillus subtilis അല്ലെ. സോ എൻഡോസ്പോറിന്റെ ഫോർമേഷൻ ആണ് ദ പ്രൈമറി റെഗുലേറ്റർ പ്രോട്ടീൻ അല്ലെ. ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ റെഗുലേറ്ററി പ്രോട്ടീന്
ഇനിഷ്യേറ്റ് എൻഡോസ്പോർ ഫോർമേഷൻ. എൻഡോസ്പോർ ഫോർമേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന പ്രൈമറി റെഗുലേറ്ററി പ്രോട്ടീന് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. SP0OA, LEX-A, FTS-Z, RPOS. ഏതാ നോക്കാം. When a bacterium like Bacillus faces harsh condition, അല്ലെ, ബാസിലസ് പോലെയുള്ള ബാക്ടീരിയ ഹാർഷ് കണ്ടീഷൻസ് ഫേസ് ചെയ്യാന്ന് വെച്ചോ, ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യും? ടഫ് ഡോർമെന്റ് എൻഡോസ്പോസ്, അല്ലെ, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടഫ് ഡോർമെന്റ് ആയിട്ടുള്ള എൻഡോസ്പോസ് അത് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. സോ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മാസ്റ്റർ സ്വിച്ച് അല്ലെങ്കിൽ ആ ഒരു ജീൻ എന്ന് പറയുന്നത് SPO0A ആണ്. Is an activated, അല്ലെ, once ഈ ഒരു ജീൻ ആക്ടിവേറ്റഡ് ആവുമ്പോൾ ഇറ്റ്സ് ടേൺ ഓൺ ദ ജീൻ റിക്വയർഡ് ടു സ്റ്റാർട്ട് ലോങ് പ്രോസസ് ഓഫ് ഫോമിങ് സ്പോസ്, അല്ലെ. ഈ ജീൻ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? ആ സ്പോസുകളെ ഫോം ചെയ്യിക്കാനുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ടു അതർ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ LEX-A നോക്കുവാണെങ്കിൽ DNA റിപ്പയറിന് വേണ്ടിയിട്ടാണുള്ളത്. FTS എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? സെൽ ഡിവിഷൻ ആണ്. RPOS എന്ന് പറയുന്നത് സ്ട്രെസ് റെസ്പോൺസ് ആണ് ബാക്ടീരിയ ഈക്കോലിയിൽ. സോ എപ്പോഴും എൻഡോസ്പോസ്, ബാസിലസ് പോലെയുള്ള ബാക്ടീരിയയിൽ എൻഡോസ്പോസ് ഫോം ചെയ്യാനായിട്ട് കാരണമാകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? SPO0A ആണ് കാരണമാകുന്നത്. മാച്ച് മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് വിത്ത് ഫങ്ഷൻസ്. മെംബ്രെയിൻ ട്രാൻസ്പോർട്ടും അവയുടെ ഫങ്ഷൻസും ആണ് കൊടുത്തിരിക്കുന്നത്. സോ നോക്കാം നമുക്ക്. HATP, അല്ലെ, ഹൈഡ്രജൻ ATPase എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും എന്തിനാണ് സഹായിക്കുന്നത്? ഹൈഡ്രജൻ. ഞാൻ കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞതുപോലെ തന്നെ മാച്ച് ദ ഫോളോവിംഗ് ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ആദ്യം നോക്കാം. ഇതിനകത്ത് നമുക്ക് HATPase ഉണ്ട്, അല്ലെ, ഹൈഡ്രജൻ ATPase എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ട് എന്തിനാണ് സഹായിക്കുന്നത്? പ്രോട്ടോൺ ഗ്രേഡിയന്റ്, അല്ലെ, അതായത് H+ ATPase എന്ന് പറയുന്നത് എനർജീനെ യൂസ് ചെയ്ത് ATP എനർജീനെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? പമ്പ് H+ across the membrane. This create a proton gradient. So it establishes proton motive potential. So അത് എന്തിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രോട്ടോൺ മോട്ടീവ് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഈ ഒരു H+ ATPase എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? മെയിൻ ആയിട്ട് എനർജി ടു പമ്പ് H+നെ എന്ത് ചെയ്യാണ്? മെംബ്രെയിൻ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പമ്പ് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. അങ്ങനെ പമ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് പ്രോട്ടോൺ മോട്ടീവ് പൊട്ടൻഷ്യൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോട്ടോൺ മോട്ടീവ് പൊട്ടൻഷ്യൽ എന്നുള്ള എന്തിവിടെ ഓപ്ഷൻ എവിടേക്ക്? 3 എന്നുള്ള ഓപ്ഷനിലേക്ക് വാ. ഇനി B നോക്കാം. സിംപോർട്ടർ ആണ്, അല്ലെ. സിംപോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു സബ്സ്റ്റൻസിനെ സെയിം ഡയറക്ഷൻ, മൂവ് ടു സബ്സ്റ്റൻസ് സെയിം ഡയറക്ഷൻ ആണ് സിംപോർട്ടർ എന്ന് പറയുന്നത്, അല്ലെ. രണ്ട് സബ്സ്റ്റൻസുകളെ സെയിം ഡയറക്ഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആന്റിപോർട്ടർ എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെ. രണ്ട് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റൻസുകളെ ഡിഫറെന്റ് Na2വിനെയും അതുപോലെ തന്നെ H-നെയും രണ്ടിനെയും ഡിഫറെന്റ് ഡയറക്ഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെയുള്ള അക്വാപോറിൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അക്വാപോറിൻ ഒരു വാട്ടർ ചാനൽ ആണ് അക്വാപോറിൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ? HTPase എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് PM ആണ്, അല്ലെ. PM എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടോൺ മോട്ടീവ് പൊട്ടൻഷ്യൽ. അതായത് പ്രോട്ടോൺസിനെ തൈലക്കോഡ് മെമ്പറൈൻ്റെ അകത്തേക്കും പുറത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സിംപോർട്ടർ എന്ന് പറയുമ്പോൾ രണ്ട് മോളിക്യൂൾസിനെ സെയിം ഡയറക്ഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആന്റിപോർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറെന്റ് ഡയറക്ഷനിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് 81 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പാത്വേസും അതിലെ കീ എൻസൈംസും ആണ്. ഓരോ പാത്വേയും അതിലെ കീ എൻസൈംസുകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഗ്ലൈക്കോലിസിസിലെ കീ എൻസൈം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലൈക്കോലിസിസ്, അല്ലെ. ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1 6 ഫോസ്ഫേറ്റ്, അങ്ങനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സ്. അപ്പൊ അതിലെ മെയിൻ ആയിട്ടുള്ള എൻസൈം ഏതാന്ന് ചോദിച്ചാൽ ഫോസ്ഫോഫ്രക്ടോകൈനേസ്, അല്ലെ. ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1 ആണ്. ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗണിനെ റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ
റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗണിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എൻസൈമാണ് ഗ്ലൈക്കോളിസിസിന് സഹായിക്കുന്ന ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറയുന്നത്. ഇനി TCA സൈക്കിളിലാണെങ്കിലോ TCA സൈക്കിളിൽ എന്താണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റിനെ സക്സിനിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രജനേസ്. അപ്പൊ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സക്സനൈൽ കോഎൻസൈം A ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രജനേസ്. ഇനി പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ ആണ് PP എന്ന് പറയുന്നത്. ട്രിപ്പിൾ P അല്ലെ. ഇതിലെ എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്കീറ്റോലേസ് ആണ്. അത് എന്ത് ചെയ്യുക ചെയ്യുന്നത്? ട്രാൻസ്ഫർ ടു കാർബൺ യൂണിറ്റ് ബിറ്റ്വീൻ ഷുഗർ അല്ലെ. ഷുഗറിന്റെ ഇടയിലേക്ക് അതായത് ബിറ്റ്വീൻ ഷുഗറിൽ കാർബൺ യൂണിറ്റുകളെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഗ്ലൈക്കോസൈലേറ്റ് സൈക്കിൾ. നെക്സ്റ്റ് എന്താണ്? ഗ്ലൈക്കോസൈലേറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോസൈലേറ്റ് ആണ്. ഗ്ലൈക്കോസൈലേറ്റ് ഒരെണ്ണേ ഉള്ളൂ, ഐസോസിട്രേറ്റ് എന്ന് പറയും. സോ ഗ്ലൈക്കോളിസിസിലെ മെയിൻ എൻസൈം ആണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗണിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എൻസൈം എന്ന് പറയാം. TCA സൈക്കിളിലെയാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു അവിടെ? നമ്മുടെ എന്തിനാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റിനെ സക്സനൈൽ കോഎൻസൈം A ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി PPP ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ട്രാൻസോ കീറ്റോലേസ് ആണ് അല്ലെ. അവിടുത്തെ എന്ന് പറയുന്നത് കാർബൺ യൂണിറ്റുകളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 82ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Again assertion reason ആണ്. Telomeres maintain chromosomes end in rapidly dividing cells. Telomerase എന്ന് പറയുന്ന എൻസൈംസ് മെയിൻ ആയിട്ടും ക്രോമോസോമുകളുടെ എൻഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. It extends the 5' end of DNA using an RNA primer. നമുക്ക് നോക്കാം. അപ്പൊ telomerase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is a responsible for maintaining the length of telomeres. ടീലോമേഴ്സിന്റെ ലെങ്ത്, ടീലോമേഴ്സ് അറിയാലോ, എൻഡ് ഓഫ് എ പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ആ ഒരു ക്രോമോസോം ആണ്. അപ്പൊ ഈ ക്രോമോസോംസിന്റെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണ് ടെലോമെറേസ് എന്ന് പറയുന്നത്. In cell that divide rapidly and indefinitely, such as germ cells, stem cells, cancer cell, telomerase activity is high to prevent the end replication problem. Without it, chromosome would shorten with every division. അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ടെലോമറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമോസോമുകളുടെ എൻഡ് പോർഷൻ ഉണ്ട് അല്ലെ, ടെലോമർ. ഇതിന്റെ ലെങ്തിനിൽ ഡിപ്പെൻഡന്റ് ആണ്. ഇതിന്റെ ലെങ്തിൽ എന്താണ്? ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളതാണ്. ഇവയുടെ ലെങ്തിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡന്റ് ചെയ്യുന്നത്. അതായത് ലെങ്ത് കുറഞ്ഞു പോവാതെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സെൽ ഡിവിഷന്റെ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്രോമോസോംസ് ഷോർട്ടൺ ആയി പോവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഷോർട്ടൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ എന്റെ റീസൺ എന്ന് പറഞ്ഞത്, റീസൺ വളരെ തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലോമേഴ്സ് എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 3' എൻഡിലായിരിക്കും അല്ലെ. 5' അല്ല, 3' എൻഡിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 5' എൻഡിലാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പറഞ്ഞു, പക്ഷെ എന്തിലാണ്? 3' എൻഡിലാണ്. ടെലോമേഴ്സ് ശരിക്കും എന്താണ്? ക്രോമോസോമുകളുടെ എൻഡ് അല്ലെങ്കിൽ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് തന്നെയാണ് സഹായിക്കുന്നത്. സോ A ട്രൂ ആണ്, R ഫോൾസ് ആണ്. 83 നോക്കാം. Identify the correct statement about chromosome structure. ക്രോമോസോം സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ള കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ്. ഇവരുടെ ആൻസർ അത്ര എങ്ങോട്ട് നമുക്കിത് ചിലപ്പോൾ ഡിലീറ്റ് ആയി പോവാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എന്താണ്? നമുക്ക് കീഴിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 4ഉം മാത്രമാണ്. എന്തെന്ന് പറയുന്നത്? 2, 4 മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്നത് അല്ലെ, കറക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇത് മിക്കവാറും ഡിലീറ്റ് ആയി പോകാനായിട്ട് സാധ്യതകളുണ്ട്. സോ ഹിസ്റ്റോൺ H1 സ്റ്റെബിലൈസ് ലിങ്കർ DNA. ഹിസ്റ്റോൺ H1 എന്ന് പറയുന്നത് സ്റ്റെബിലൈസ് ലിങ്കർ DNA. അപ്പൊ എന്താണ്? വല്ല കോർ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് നമുക്കറിയാം DNA വലിയൊരു മോളിക്കൂളാണ് അല്ലെ. അപ്പൊ DNA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയ്ക്ക് വെക്കാൻ പറ്റില്ല. സോ DNA എന്താണ്? ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒക്ടാമർ പ്രോട്ടീനിന് ചുറ്റുമായിട്ട് റാപ്പ് ചെയ്താണ് വെക്കുന്നത്.
അപ്പൊ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുമ്പോൾ അതിലെ കമ്പോണന്റ് ആണ് H2A, H2B, H3, H4. ഇതെല്ലാം എന്തായിരിക്കും? അതിന്റെ പാർട്ടാണ്. എന്നാൽ H1 മാത്രം എന്താണ്? ഒരു ലിങ്കർ അല്ലെങ്കിൽ ഒരു ലിങ്കർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. തൊട്ടടുത്ത DNA-യുടെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുവാനായിട്ടുള്ള. സോ ദിസ് വൺ ഈസ് കറക്റ്റ് ആണ് ആക്ച്വലി. Then polytyl chromosome show banding due to the replication without division. ഇപ്പൊ പോളിറ്റീൻ ക്രോമോസോംസ് അറിയാലോ, ദേ ആർ ദ ജൈൻ ക്രോമോസോംസ് ആണ്. അപ്പം ഈ ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് റെപ്രസെന്റ് ഏരിയാസ് ഓഫ് ഡിഫറെന്റ് DNA ഡെൻസിറ്റി ആൻഡ് ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി. ഇപ്പൊ റിപ്പീറ്റഡ് അല്ലെ DNA റെപ്ലിക്കേഷൻസ്. പോളിറ്റീൻ ക്രോമോസോംസ് ബാൻഡിങ് കാണിക്കുന്നുണ്ട്, റെപ്ലിക്കേഷൻ വിത്തൗട്ട് ഡിവിഷൻ. അതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലാംബ്രിഷ് ക്രോമോസോം ഒക്കർ ഇൻ മൈറ്റോട്ടിക്കലി ആക്റ്റീവ് ടിഷ്യൂസ്. ലാംബ്രിഷ് മൈറ്റോട്ടിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളതിലാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ലാംബ്രിഷ് എവിടെയാണ് കാണുന്നത്? ഊസൈറ്റിലാണ് അല്ലെ, ജേം സെൽസ് അഥവാ ഊസൈറ്റിലാണ് കാണപ്പെടുന്നത്. സോ മിയോസിസ് അഥവാ പ്രോഫേസ് 1 സ്റ്റേജിലാണ് ഇത് കാണപ്പെടുന്നത്. സോ ഈ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? വ്രോങ് ആണ്. അതേപോലെ സെൻട്രോമെറിക് DNA ഈസ് അഡിനിൻ തൈമിൻ റിച്ച് ആണ്. DNA സീക്വൻസ് ഫൗണ്ട് അറ്റ് സെൻട്രോമിയർ. സെൻട്രോമിയറിലുള്ള ക്രോമോസോമുകളുടെ സെൻട്രോമിയർ അറിയാലോ, ആ ഭാഗത്തുള്ള DNA സീക്വൻസുകൾ അഡിനിൻ തൈമിൻ റിച്ച് ആണെന്നാണ് പറയുന്നത്. അതും ഏകദേശം ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഏതാണ്? മൂന്നൊഴികെ മൂന്നാമത്തെ ആ ഒരു എന്താണ് ലാംബ്രിഷ് ക്രോമോസോമുകളെ കുറിച്ചുള്ളത് ഒഴികെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്താണ്? കറക്റ്റ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് അവിടെ നിൽക്കുന്നത് ആണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ 2ഉം 4ഉം ആണ്. പക്ഷെ 2ഉം 4ഉം മാത്രമല്ല, 1 ഈസ് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 84ലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പോപ്പുലേഷൻ ജെനറ്റിക്സ്. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സിലബസും കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഓൾമോസ്റ്റ് എല്ലാ സിലബസും കവർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. സോ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പോപ്പുലേഷൻ ജെനറ്റിക്സ്. പോപ്പുലേഷൻ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചത്. Hartley, Weinberg, equilibrium assume random mating and no mutation. Genetic drift effects are more in large population. Migration can introduce new alleles. Mutation change allele frequency slower over time. അപ്പം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? Hartley, Weinberg, equilibrium assume random mating and no mutation. റാൻഡം മേറ്റിങ്ങിനെ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ മ്യൂട്ടേഷൻ ഇല്ല. കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഹാർട്ട്ലി വെയിൻബർഗ് പ്രിൻസിപ്പിൾ ഈസ് എ മാത്തമാറ്റിക്കൽ മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ് നോൺ ഇവോൾവിംഗ് പോപ്പുലേഷൻ അല്ലെ. പോപ്പുലേഷൻ എന്താണ്? സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്, അവിടെ ഇവല്യൂഷനോ ചേഞ്ചോ ഉണ്ടാവുന്നില്ല എന്നാണ് ഹാർട്ട്ലി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. ഫോർ ദ അലീൽ ഫ്രീക്വൻസി എന്തായിരിക്കും? അവിടെ റിമൈൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് 5 കണ്ടീഷൻസ് കൂടി മെറ്റ് ചെയ്യണമെന്നാണ് ഹാർട്ട്ലി വെയിൻബർഗ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? റാൻഡം മീറ്റിംഗ് ആയിരിക്കും. നോ സെക്ഷുവൽ സെലക്ഷൻ ഇല്ല, റാൻഡം മീറ്റിംഗ് ആയിരിക്കണം. മ്യൂട്ടേഷൻ പാടില്ല, നാച്ചുറൽ സെലക്ഷൻ പാടില്ല, എക്സ്ട്രീംലി ലാർജർ പോപ്പുലേഷൻ സൈസ് ആയിരിക്കണം, ജീൻ ഫ്ലോ ഓർ മൈഗ്രേഷൻ നടക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസി എന്താണ്? റിമൈൻ കോൺസ്റ്റന്റ് ആണ് എന്നാണ് ഹാർട്ട്ലി വെയിൻബർഗ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ. ഒരു ജാർ നിങ്ങൾ എടുക്കുക എന്ന് വെച്ചു. ഒരു ജാർ എടുക്കുക. ഈ ജാറിൽ റെഡും ബ്ലൂ മാർബിൾസ് അല്ലെങ്കിൽ കുറച്ച് മുത്തുകൾ ഉണ്ടെന്ന് വെച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഹാർട്ട്ലി വെയിൻബർഗ് റൂള് പറയുന്നത് ദ നമ്പർ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ മാർബിൾസ് വിൽ നെവർ ചേഞ്ച് ഇഫ് യു പിക്ക് മാർബിൾസ് വിത്ത് യുവർ ഐ ക്ലോസ്ഡ് അല്ലെ. 2 പാത്രത്തില് ഒന്നില് റെഡ് മാർബിൾ ഇട്ടു, ഒന്നില് ബ്ലൂ മാർബിൾ ഇട്ടു. അപ്പൊ നിങ്ങള് മനഃപൂർവ്വം റെഡിനെ തന്നെ പിക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് പിക്ക് ചെയ്താൽ റെഡിന്റെ എണ്ണം മാറും. പക്ഷേ റാൻഡംലി കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല? നെവർ ചേഞ്ച് അല്ലെ. അതാണ് റാൻഡം മീറ്റിംഗ് എന്ന് പറയുന്നത്. സെലക്ട് ചെയ്യുന്നില്ല, റാൻഡംലി ചൂസ് ചെയ്യുന്നു. നോ മാർബിൾ സഡൻലി ചേഞ്ച് കളർ. അവിടെ മ്യൂട്ടേഷൻ ഒന്നും സംഭവിക്കുന്നില്ല, റെഡും ബ്ലൂവും തന്നെയായിട്ടിരിക്കുക. നോ ചേഞ്ച് ഇൻ കളേഴ്സ്. നോ വൺ ആഡ് ഓർ ടേക്ക് അവേ അല്ലെ. മൈഗ്രേഷൻ, ഒന്നിൽ നിന്ന് ആരും എടുക്കുന്നുമില്ല, അങ്ങോട്ടേക്ക് കളയുന്നുമില്ല. സോ നോ മൈഗ്രേഷൻ. ദ ജാർ ഈസ് ജൈന്റ് അല്ലെ. ജാർ വലുത്, ലാർജ് പോപ്പുലേഷൻ കുറേ ഉണ്ട്. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ അലീലിക് ഫ്രീക്വൻസി റിമൈൻ സെയിം ആയിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ജനറ്റിക് ഡ്രിഫ്റ്റ് എഫക്ട് മോർ ഇൻ ലാർജർ പോപ്പുലേഷൻ. ജനറ്റിക് ഡ്രിഫ്റ്റ് അഫക്റ്റ് ചെയ്യുന്നത് ലാർജർ പോപ്പുലേഷനെ ആണെന്നാണ്. സോ ഇതൊരു മിസ്കൺസെപ്ഷൻ ആണ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ അലീലിക് ഫ്രീക്വൻസി ആണ് അല്ലെ.
ചാൻസ് ഇവന്റ്, ബൈ ചാൻസ് ഇവന്റ് കൊണ്ട് അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നതാണ് എന്തെന്ന് പറയുന്നത്, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐലൻഡ് എടുക്കുകയാണ്, ആ ഐലൻഡിൽ ആകെ 5 റാബിറ്റുകളേ ഉള്ളൂ എന്ന് വെച്ചോ. ഈ 10 റാബിറ്റ് ഉണ്ട്, 5 ബ്ലാക്ക് റാബിറ്റും 5 വൈറ്റ് റാബിറ്റും ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഒരു മരം വീണത് ഈ 5 എന്തിന്റെ മുകളിലേക്കാണ്, വൈറ്റ് റാബിറ്റിന്റെ മുകളിലേക്ക്. അപ്പൊ 5 വൈറ്റ് റാബിറ്റിനെ അഫക്ട് ചെയ്തു, അത് അഫക്ട് ചെയ്തു. ഇനി അതേ കേസ് നിങ്ങൾ എടുത്തേ, ഒരു വലിയ ഒരു ഐലൻഡ്, ആ ഐലൻഡിൽ ഒരു 1000ഓളം റാബിറ്റുകളുണ്ട്. ആ 1000 റാബിറ്റിൽ 5 റാബിറ്റ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ ആകെ 10 ഉള്ളൂ, ആ 10ൽ 5 പോയി, അല്ലെ 5 വൈറ്റും പോയി കഴിയുമ്പോൾ അവിടെ എഫക്ട് ചെയ്യും. സോ ജനറ്റിക് ഡ്രിഫ്റ്റ് കൂടുതലും അഫക്ട് ചെയ്യുന്ന ആരെയാണ്, സ്മോൾ പോപ്പുലേഷൻസിനെയാണ് ആസ് കമ്പയർ ടു ലാർജർ വൺ. ഇനി മൈഗ്രേഷൻ ക്യാൻ ഇൻട്രൊഡ്യൂസ് ന്യൂ അലീൽസ്, അല്ലെ മൈഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ അലീൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ജീൻ ഫ്ലോ നടക്കും അല്ലെ മൈഗ്രേഷനിൽ. ഇനി മ്യൂട്ടേഷൻ ചേഞ്ച് അലീൽ ഫ്രീക്വൻസി, മ്യൂട്ടേഷൻ ചേഞ്ച് ഉണ്ടായി കഴിയുമ്പോൾ അലീൽ ഫ്രീക്വൻസി മാറും. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം 4ഉം ആണ്. ഏതൊക്കെയാന്ന് നോക്കി ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി കാണിച്ചു തരാം. സോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹാർഡ്ലി വെയിൻബർഗ് ഇക്വിലിബ്രിയം അസ്യൂം റാൻഡം മേറ്റിംഗ്, അല്ലെ അവരെന്തായിരുന്നു, റാൻഡം മേറ്റിംഗ്. നമ്മൾ കണ്ണടച്ചാണ് കോയിൻ സെലക്ട് ചെയ്തത്. സോ റാൻഡം മേറ്റിംഗ് ആണ്, നോ മ്യൂട്ടേഷൻ, കറക്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് ഒരിക്കലും ലാർജർ പോപ്പുലേഷനെ അല്ല അഫക്ട് ചെയ്യുന്നത്, കൂടുതലും സ്മോളർ പോപ്പുലേഷനെയാണ് അഫക്ട് ചെയ്യുന്നത്. മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ജീൻ ഫ്ലോ ഉണ്ടായി, സോ ന്യൂ അലീൽസ് ഫോം ചെയ്യും. മ്യൂട്ടേഷൻ ചേഞ്ച് അലീൽ ഫ്രീക്വൻസി, മ്യൂട്ടേഷൻ എന്തിനെ ചേഞ്ച് ചെയ്യുന്നു, അലീലിക് ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്യുന്നു. കറക്റ്റ് ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി മാച്ച് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സക്സഷൻ ആണ് അല്ലെ. സക്സഷന്റെ ടൈപ്പുകളാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹൈഡ്രോസിറെ, ഹൈഡ്രോ എന്ന് പറയുമ്പം വാട്ടറിൽ നടക്കുന്നതാണ്, ലേക്ക് ഫോറസ്റ്റ് ആയിട്ട് മാറുന്ന സക്സഷൻ. സീറോസിറെ ഡ്രൈ കണ്ടീഷൻ ഒന്നുമില്ല, റോക്ക് ടു ഫോറസ്റ്റ് അല്ലെ. ഹാലോസിറെ, ഹാലോ മീൻസ് സോൾട്ട് ലവിങ്, സോ സലൈൻ അഥവാ മാംഗ്രൂവ്സ് അല്ലെ. നെക്സ്റ്റ് സെമോസേർഡ് സാൻഡ് ഡ്യൂൺ സക്സഷൻ. ഇത്രയല്ലേ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതായത് A4 ആണല്ലേ, ഹൈഡ്രോസിറെ ലേക്ക് ആണ്. ബി എന്ന് പറയുന്നത് സീറോസിറെ ആണ്. സീറോസിറെ എന്ന് പറയുന്നത് റോക്ക് ടു ഫോറസ്റ്റ് ആണ്. നെക്സ്റ്റ് സാമോസിറെ എന്ന് പറയുന്നത് സാൻഡ് ഡ്യൂൺ ആണ്. ഹാലോസിറെ എന്ന് പറയുന്നത് മാംഗ്രൂവിന്റെ സക്സഷൻ ആണ്. വളരെ സിമ്പിൾ ആയിരുന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് നോക്കാം. എ മൾട്ടിഡിസിപ്ലിനറി കൺസർവേഷൻ ഓഡിറ്റ് വാസ് കണ്ടക്ടഡ് ഇൻ 4 മേജർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓഫ് ദ സതേൺ വെസ്റ്റേൺ ഗൾഫ്. In one of the sites, researcher noted the following features. ഇപ്പോൾ ശ്രദ്ധിച്ചേ, മൾട്ടി ഡിസിപ്ലിനറി കൺസർവേഷൻ അല്ലെ. ഇപ്പൊ എന്തോ ഒരു സംഭവത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്. ആ പറയുന്നത് എന്തിനെ കുറിച്ചാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. The core zone include one of the last remaining undistributed tract of tropical evergreen forest with extremely low anthropogenic disturbance അല്ലെ. അപ്പൊ അതായത് ഇത് കോർ സോൺ ആണ്, അതായത് റിമൈൻ ചെയ്യുന്നതിലെ ലാസ്റ്റ് കോർ സോൺ ആണ് എന്തെന്ന് പറയുന്നത്, ആന്ത്രപ്പോജനിക് മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള കോർ സോൺ ആണ്. ദ ഏരിയ ഫോംസ് പാർട്ട് ഓഫ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിലെ ഇടം പിടിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. ദ വാലി ടോപ്പോഗ്രഫി ആൻഡ് കണ്ടിന്യൂസ് കനോപ്പി ഓഫ് എ യുണീക് റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റം അല്ലെ. റെയിൻ ഫോറസ്റ്റ് മഴക്കാടുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതും ദ ലാസ്റ്റ്, കേരളത്തിലെ ലാസ്റ്റ് റെയിൻ ഫോറസ്റ്റ്. ഈ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലാസ്റ്റ് അല്ലെ, ലാസ്റ്റ് പ്രൈൻസ്റ്റീൻ റെയിൻ ഫോറസ്റ്റ് എന്നുള്ളത് അതിന്റെ ഒരു കീ വേർഡ് ആണ്. ഏത് നാഷണൽ പാർക്കിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം. നെക്സ്റ്റ്, ഹിസ്റ്റോറിക്കലി പ്രപ്പോസ് ടു കൺവേർട്ട് ദിസ് റീജിയൻ ഇൻ ടു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. എന്ത് ചെയ്തു, ഇതിനെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി അല്ലെ. ഒരു സേവ് ഡാഷ് എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. സേവ് സൈലന്റ് വാലി എന്ന് പറഞ്ഞിട്ടൊരു
പ്രൊട്ടസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, കൺസിഡർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റിൽ പറയുന്നതെന്ന് ഏകദേശം മനസ്സിലാവും അല്ലെ. അപ്പൊ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, കോർ സോൺ, അതായത് ആന്ത്രപ്പോജനിക്, മനുഷ്യന്റെ എന്താണ് ഇന്റർഫറൻസ് ഏറ്റവും കുറഞ്ഞ ഏരിയ ആണ്. പിന്നെ യുനെസ്കോയുടെ എന്താണ് വേൾഡ് ഹെറിറ്റേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, അത് കീവേഡ് അല്ലേ, ദ ലാസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു അല്ലെ. എന്ത് പ്രൊട്ടസ്റ്റ് ആണ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് നടക്കാനായിട്ട് ശ്രമിച്ചു, ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നത് കാരണം എന്ത് ചെയ്തു, ആ ഒരു പ്ലാൻ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്തിരുന്നു. സോ വിച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയ, ഏത് പ്രൊട്ടക്റ്റഡ് ഏരിയയെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, സി, സൈലന്റ് വാലി നാഷണൽ പാർക്ക് ആണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.